ഒരു ഡ്രാമയാണ് ഈ നടക്കുന്നതൊക്കെ. ഒരു വശത്ത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സദസ്സുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വിദ്യാർത്ഥി സംഘടന കരിങ്കൊടി കാണിക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ ഒരു ഭരണ യന്ത്രത്തിൻ്റെ ദുരുപയോഗം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഗവർണറാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധാരണഗതിയിലുള്ള ഒരു ഡീസൻസിയും അതുപോലെ തന്നെ മഹിമയൊന്നും നിലനിർത്താതെ ഗവർണർ എന്തോ ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം, അദ്ദേഹത്തിന് BJP താല്പര്യമാവാം, അത് ലക്ഷ്യം വെച്ച് ഗവർണറും ഇറങ്ങിയിരിക്കുന്നു. രണ്ടു കൂട്ടരും കാണിക്കുന്ന ഈ ഡ്രാമ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ അവസാനം UDFന് അനുകൂലമായി മാറും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDFനെ മാത്രമേ ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ആയിരുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത്, എങ്ങനെയാണ് ഗവർണർമാരെ അതിൻ്റെ ഒരു ഡെക്കോറം നിലനിർത്തി കൊണ്ടുപോവേണ്ടത് എന്നൊക്കെ UDF കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഭരണയന്ത്രങ്ങളുടെ ഒക്കെ ഒരു ദുരുപയോഗം ജനങ്ങൾ നോക്കിക്കാണുക. സദസ്സുകൾ നടത്തുന്നു, അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അതിനോടനുബന്ധമായി തന്നെ അവർ മറ്റൊരു വശത്ത് വിദ്യാർത്ഥി സമരം നടത്തുന്നു. ഇപ്പുറത്താണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്ട്രീറ്റിലിറങ്ങുന്നു, സ്ട്രീറ്റിലൂടെ ജാഥ നടത്തുന്നു. BJPക്കാർ അപ്പുറം നിന്ന് അദ്ദേഹത്തിന് വരവേൽപ്പ് കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു. ഇതൊക്കെ ജനങ്ങളെ കളിയാക്കുന്ന ഏർപ്പാടുകളായി മാറുകയാണ്. ഈ സദസ്സുകൾ തന്നെ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സദസ്സുകൾ തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സമയത്ത് ഒരു ഇലക്ഷൻ പ്രചരണമായിട്ട് ആളുകൾ കാണുള്ളൂ. രണ്ടുപേരും കാണിക്കുന്നത് രാഷ്ട്രീയമാണ്. രണ്ടുപേരും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2-3 മാസമേ ഉള്ളൂ, അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം എന്നുള്ള നിലക്കുള്ള ഒരു ബേജാറിൽ, അതുപോലെ ഒരു ആദ്യ പിടിച്ച ഷോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന് രാഷ്ട്രീയ നേട്ടം ലഭിക്കുന്നു പറയുമ്പോഴും ഇതിനെ വെറും രാഷ്ട്രീയ നേട്ടം കാണാൻ കഴിയുക. പ്രത്യേകിച്ച് ഈ സർവകലാശാലയിൽ എന്തെങ്കിലും സംഘപരിവാർ ABP പ്രവർത്തകർ ഗവൺമെന്റ് തിരികെ എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണ്ടേ? അല്ല, അതൊന്നും ഈ രീതിയിൽ അല്ല വേണ്ടത്. ഇതൊന്നും ജനാധിപത്യപരമായി ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നിയമസഭയിൽ ആ വിഷയം വന്നപ്പോൾ UDF സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? ഗവർണറുടെ അമിതാധികാര കാര്യങ്ങളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തല്ലോ. അതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു രീതിയല്ല. ഗവർണർമാരുടെ ദുരുപയോഗം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഉണ്ട്. അതുപോലെ തന്നെ BJP-യേതര ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അത് ഇന്ത്യ മുന്നണി യോഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ഈ വക വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. അതിനാരും അനുകൂലിക്കാൻ പോകുന്നില്ല. പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് ഗവർണറും സർക്കാരും നടത്തുന്നത് എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികൾ നാടകമാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഈ പ്രതിഷേധങ്ങൾ ഇത്തരത്തിലല്ല വേണ്ടായിരുന്നത് എന്നും PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു.